ബിഗ് ബോസ് സീസൺ 6-ന്റെ 25-ാമത്തെ ദിവസമാണ് ഇന്ന്. നമുക്കിതിനെ ഒന്ന് അനലൈസ് ചെയ്താലോ? വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതെ, ഇന്ന് ബിഗ് ബോസ് സീസൺ 6-ന്റെ 25-ാമത്തെ ദിവസമാണ്. ഈ 25 ദിവസത്തിനുള്ളിൽ ഞാൻ നോക്കിക്കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ശരിയാണ്, അവിടെ എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് കളിക്കുന്ന ആൾക്കാരാണ്. ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ ആ ബോണ്ടിനകത്ത് നിന്ന് കളിക്കാനോ ഒന്നും അവരാരും ശ്രമിക്കുന്നില്ല. എല്ലാവരും ഇൻഡിവിജ്വലായിട്ട് നിന്ന് കളിക്കാനും അതുപോലെ മോർണിംഗ് ടാസ്ക് ഒക്കെ വളരെ സീരിയസ് ആയിട്ട് എടുത്ത് പേഴ്സണലായിട്ട് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞു പോകുന്ന ഒരു ഗെയിമേഴ്സ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞു പോയത് നമുക്ക് വിടാം. ഇനിയുള്ളത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ എൻ്റേതായ ഒരു വ്യൂ പോയിന്റ് ഞാൻ പറയുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ജാസ്മിനും ഗബ്രിയും രണ്ട് ടീമിലിടണം. അതും അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ജാസ്മിൻ പുറത്ത് പോയി കഴിഞ്ഞാൽ എവിക്റ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാവും ഗബ്രിയുടെ റിയാക്ഷൻ? ഇപ്പോൾ ഗബ്രിക്ക് ജാസ്മിൻ മാത്രമേ ഉള്ളൂ, അവർ രണ്ട് മാത്രമായിട്ടൊരു കോംബോ നടന്ന് പോവുകയാണ്. പക്ഷേ ജാസ്മിൻ പുറത്ത് പോയതിന് ശേഷം ഗബ്രി പുതിയൊരു കോംബോ ഉണ്ടാക്കാൻ ശ്രമിക്കുമോ? പുതിയ ഏതെങ്കിലും ഫ്രണ്ട്സ്, അവിടെ ഒരുപാട് ഗേൾസ് ഉണ്ട്, അവരിൽ ആരെങ്കിലും ഫ്രണ്ട്സായിട്ട് അവരുടെ കൂടെ നിന്ന് കളിക്കുമോ? ഇതൊക്കെ നമുക്ക് നോക്കാം. പക്ഷേ അങ്ങനെ അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അവർ നല്ല പ്ലെയേഴ്സായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ എവിക്റ്റ് ചെയ്യണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അവരെ രണ്ട് ടീമിലിടണം. രണ്ട് ടീമിൽ നിന്ന് കളിക്കുമ്പോഴല്ലേ കുറച്ചുകൂടി ഒരു രസം. ആ രണ്ട് ടീമിൽ നിന്ന് കളിക്കുമ്പോൾ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് കാണാം. അവരുടെ ഗെയിമുകൾ എങ്ങനെ പോകും എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ കാര്യം, ടീമിനെ സ്പ്ലിറ്റ് ചെയ്യണം. ടീമിനെ മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പോഴുള്ള ആ ഫ്രണ്ട്ഷിപ്പ് അല്ല, ഇപ്പോഴുള്ള ആ ഒരു ബോണ്ടിങ് കളഞ്ഞിട്ട് ടീമിനെ മൊത്തത്തിൽ സ്പ്ലിറ്റ് ചെയ്യണം. ജിൻഡോയും അൻസിബയും ഋഷിയും. ഈ അൻസിബയും ഋഷിയും മൊത്തത്തിൽ അങ്ങനെ വലുതായിട്ട് ഇന്നാക്റ്റീവ് അല്ല, പ്രശ്നങ്ങളിലൊന്നും ഇടപെടുന്നില്ല. ഇന്നലെ ഋഷി കുറച്ച് ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി, പക്ഷെങ്കിൽ അല്ലാതെ ഇവർ ഇടപെടുന്നില്ല, ഇവർ ഗെയിമിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറയുന്നു. ജിൻഡോയെ ഇവരുടെ കൂടി ഇട്ടാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ ഇവർ മൂന്ന് പേരും കൂടെ ഒരു ടീമായാൽ എങ്ങനെ ഉണ്ടാകുമെന്ന് നോക്കാം. അപ്പോൾ അവരെ മൂന്നുപേരും ഒരു ടീമാക്കുക. റസ്മിനെ, അപ്സരേനെയും ശരണ്യയും കൂടെ ഒരുമിച്ചൊരു ടീമാക്കുക. ബാക്കിയുള്ളവരെ അങ്ങനെ ഓരോ ഗ്രൂപ്പുകൾ. അങ്ങനെ എല്ലാവരെയും ഡിവൈഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ ഗെയിം എങ്ങനെ പോകും? ഈ ടീം ഇങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അവരുടെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. അങ്ങനെ ചെയ്യുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഒരു വൈൽഡ് കാർഡ്, ഏതായാലും ഈ ഒരു നിമിഷത്തിൽ വൈൽഡ് കാർഡ് വളരെ അനിവാര്യമായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും വൈൽഡ് കാർഡിനാണ് ഒരു പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന വൈൽഡ് കാർഡ് അവിടെയുള്ള ഗെയിമേഴ്സിനെ പൊളിക്കാൻ പാകത്തിനുള്ള ഒരാളായിരിക്കണം. അതായത് അവിടെയുള്ള എല്ലാ ഗെയിമേഴ്സിൻ്റെ ഗെയിം പ്ലാനുകളെ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്ത് ഗെയിമുകളെ പുറത്ത് കൊണ്ടുവരണം. ഫേക്ക് മുഖങ്ങളുണ്ടെങ്കിൽ അതിനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വൈൽഡ് കാർഡ് വേണം. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടൊരു പ്ലെയർ ആയിരിക്കണം വൈൽഡ് കാർഡായിട്ട് എൻട്രി ചെയ്യേണ്ടത്. ജിൻഡോ അവിടെ മാറിയ ഗെയിമാണ് കളിക്കുന്നത് എങ്കിൽ ആ ഗെയിമിന് പുറത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു വൈൽഡ് കാർഡിനെ വേണം എൻട്രി ചെയ്ത് കൊടുക്കുക. പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരും. അതുവരെ